അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ 171 വിമാനത്തിലെ എഞ്ചിനുകൾ തുടർച്ചയായി പരിശോധിച്ചിരുന്നതായി എയർ ഇന്ത്യ സിഇഒ. വിമാനത്തിന് ഒരു പ്രശ്നവും മുൻപുണ്ടായിരുന്നില്ല എന്നും എയർ ഇന്ത്യ സിഇഒ വ്യക്തമാക്കി. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, നേരത്തെ കണ്ട ഒരു റിപ്പോർട്ട് പ്രകാരം മുൻപ് ഇതേ വിമാനം തന്നെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായി നിലത്തിറക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം എയർ ഇന്ത്യ സിഇഒ നിഷേധിക്കുകയാണോ? പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണോ അവർ പറയുന്നത്? അനുജ, ഈ വിമാനം, അതായത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ 171 വിമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സിഇഒ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ആദ്യം പറയുന്ന കാര്യം, വിമാനത്തിലെ 2 പൈലറ്റുമാരും പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റുമാരാണ്. അതിലെ ക്യാപ്റ്റന് 10,000 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അപകടത്തിന് പിന്നാലെ ഉയർന്നത് ഈ അപൂർവമായ ഡബിൾ എഞ്ചിൻ തകരാറാണ് വിമാനത്തിന്റെ അപകടത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനിപ്പോൾ ഒരു വിശദീകരണം എന്ന നിലയിൽ പറയുന്നത്, ഈ വിമാനത്തിന്റെ സമഗ്ര പരിശോധന 2023 ജൂണിൽ നടത്തിയിരുന്നു എന്ന കാര്യമാണ് അദ്ദേഹം അറിയിക്കുന്നത്. അടുത്ത പരിശോധന 2025 ഡിസംബറിൽ നടക്കാനിരിക്കെയാണ് ഈ അപകടമുണ്ടായത്. വിമാനത്തിൻ്റെ വലതുവശത്തെ എഞ്ചിൻ ഈ വർഷം മാർച്ചിൽ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് പുനഃസ്ഥാപിക്കുകയുണ്ടായി. വിമാനത്തിൻ്റെ ഇടത് എഞ്ചിൻ പരിശോധിച്ചെങ്കിലും അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർച്ചയായി തന്നെ വിമാനത്തിൻ്റെ എഞ്ചിനുകൾ അത് സൂക്ഷ്മമായിട്ടുള്ളൊരു പരിശോധനകൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു പ്രശ്നവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നതാണ് സിഇഒ അറിയിക്കുന്നത്. അതായത് വിമാനം പുറപ്പെടുന്നതിന് മുൻപ് വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് എയർ ഇന്ത്യയുടെ സിഇഒ ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ DGCയുടെ നിർദ്ദേശപ്രകാരം ഇതുവരെ 26 വിമാനങ്ങളിലെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ഇതിൻ്റെ സമഗ്ര പരിശോധന 2023 നടന്നിരുന്നു എന്നുള്ളൊരു കാര്യം. അതിപ്പോൾ സിഇഒ തന്നെ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. അനുജ, എയർ ഇന്ത്യ 171 വിമാനത്തിലെ എഞ്ചിനുകൾ തുടർച്ചയായി പരിശോധിച്ചിരുന്നു, ഒരു പ്രശ്നവും മുൻപുണ്ടായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് എയർ ഇന്ത്യ സിഇഒ നൽകിയിട്ടുള്ളത്.